exercise question number 4, page number 200. Prove that for a cone made by rolling up a semicircle, the area of the curved surface is twice the base area. ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് അതിന്റെ പാദ പരപ്പളവിന്റെ 2 മടങ്ങാണെന്ന് തെളിയിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു സെമി സർക്കിൾ ആണ്, അതൊരു സെക്ടർ ആണ്, സെക്ടർ കോണാകും. ഓക്കെ, സെമി സർക്കിൾ ഉണ്ട്, അതൊരു കോണായിട്ട് മാറും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ബേസ് ഏരിയയുടെ 2 മടങ്ങാണെന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കോണിന്റെ മെഷേഴ്സ് എടുക്കുമ്പോൾ റേഡിയസും പിന്നെ നമ്മൾ സ്ലാന്റ് ഹൈറ്റ് ആണല്ലോ. സെക്ടർ കോണായി മാറുമ്പോൾ നമ്മൾ ഈ 2 മെഷേഴ്സും ആണ് എടുക്കുന്നത്. സെക്ടറിന്റെ വരുമ്പോൾ നമ്മൾ സെൻട്രൽ ആംഗിൾ എക്സും അതുപോലെ റേഡിയസ്. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്ന് ഇവിടേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ റിലേഷൻ എന്താണ്? x/360 is equal to r/l. അപ്പൊ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഇത് 4ഉം കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഇതിനകത്ത് റേഡിയസ് എത്രയാന്ന് തന്നിട്ടില്ല, സ്ലാന്റ് ഹൈറ്റ് എത്രയാന്ന് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് കാണിക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ബേസ് ഏരിയയുടെ ഡബിൾ ആണ് എന്ന് കാണിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. x/360 ഡിഗ്രി is equal to r/l. r എന്താണ്? ബേസ് റേഡിയസ് ഓഫ് കോൺ ആണ്. l സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോൺ ആണ്. x is സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ആണ്, ദാറ്റ് ഇസ് സെമി സർക്കിൾ ഹിയർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് അറിയാം, 180 ഡിഗ്രി ആണ്. സോ 180 ഡിഗ്രി ബൈ 360 ഡിഗ്രി എന്ന് പറയുന്നതാണ് r/l. 180 by 360 1/2 ആണ്. സോ 1/2 is equal to r/l. സോ ഇവിടെ നിന്ന് നമുക്ക് ആറും എല്ലും തമ്മിലുള്ള റിലേഷൻ കിട്ടും. അത് കിട്ടാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1 into l, l is equal to 2 into r, 2r. അതായത് ഇവിടെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോണിന്റെ, ഈ പെർട്ടിക്കുലർ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് റേഡിയസിന്റെ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് ഏരിയയും കണ്ടുപിടിക്കാം, കർവ്ഡ് സർഫസ് ഏരിയയും കണ്ടുപിടിക്കാം. ഓക്കെ, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്, πr² ആണ്. ഓക്കെ, ഇനി കർവ്ഡ് സർഫസ് ഏരിയ വക്രതല പരപ്പളവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, πrl ആണെന്ന്. ഓക്കെ, അപ്പൊ πrl πr into l. എല്ലിന് പകരം നമുക്ക് എന്തെഴുതാം? 2r എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ 2 ആദ്യം എഴുതുന്നു, രണ്ടാമത് പൈ എഴുതുന്നു. തെറ്റില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ. പിന്നെ r into r, 2r മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? r² ആണ്. നമുക്ക് CSA കിട്ടി 2πr². അപ്പൊ πr² എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് അവിടെ നമുക്ക് 2 into ബേസ് ഏരിയ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. കർവ്ഡ് സർഫസ് ഏരിയ ഈസ് 2 times ബേസ് ഏരിയ. വക്രതല പരപ്പളവ് പാദപരപ്പളവിന്റെ 2 മടങ്ങാണ്. ഒരു SSLC ക്വസ്റ്റ്യൻ 4 മാർക്സിന്റെ. A sector of angle 120 degree is bent to form a cone. What is the ratio of radius to the slant height of the cone? The curved surface area of such a cone is 108 pi square centimeters. What are its slant height and base radius? 120 ഡിഗ്രി കേന്ദ്രകോണുള്ള വൃത്താംശം വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ആരവും ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധം എന്ത്? ഇത്തരത്തിലുള്ള ഒരു വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് 108 പൈ ചതുരശ്ര സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ചെരിവുയരവും പാദാരവും എന്ത്? ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം എഴുതാം. ഗിവൺ എ സെക്ടർ ഓഫ് ആംഗിൾ 120 ഡിഗ്രി ഈസ് ബെന്റ് ടു ഫോം എ കോൺ. ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 120 ഡിഗ്രി കേന്ദ്രകോണുള്ള വൃത്താംശം വളയ്ക്കുന്നു. ദാറ്റ് മീൻസ് സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ, വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ, അതിന് നമ്മൾ എക്സ് എന്നാണ് എഴുതുക. എക്സ് തന്നിട്ടുണ്ട് 120 ഡിഗ്രി ആണെന്ന്. ഇനി ഒന്നാമത്തെ പാർട്ട് ആൻസർ ചെയ്യാം, നമുക്കത് മാത്രമേ തന്നിട്ടുള്ളൂ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് റേഡിയസ് ടു ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ? കോണിന്റെ
റേഡിയസും സ്ലാൻഡൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് കാണണം. ആരവും ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധം. അപ്പൊ നമുക്ക് ബേസ് റേഡിയസിന്, പാദ ആരത്തിന് നമ്മൾ എടുക്കുന്ന ലെറ്റർ ആർ എന്നും സ്ലാൻഡൈറ്റിന് നമ്മൾ സൂചിപ്പിക്കാൻ നമ്മൾ എടുക്കുന്ന ലെറ്റർ എൽ എന്നുമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ഈസ് ടു എൽ ആണ്. ആർ ഈസ് ടു എൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആർ ബൈ എൽ തന്നെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ബൈ എൽ ആണ്. സോ ആർ ബൈ എൽ ഉള്ള ഒരു ഫോർമുല നമുക്കുണ്ട്. എന്താ അത്? എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 120 ഡിഗ്രി ആണെന്ന്. സോ 120 ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. രണ്ട് മുകളിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും അറ്റത്തുള്ള 0 കട്ട് ചെയ്യാം. അപ്പൊ ബാക്കി നമുക്ക് 12ഉം താഴെ 36ഉമാണ്. 12ഉം 36ഉം 12ന്റെ തന്നെ മൾട്ടിപ്പിൾ ആണ്. സോ 12നെ 12 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1ഉം 36നെ 12 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3യും കിട്ടും. സോ 1/3 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. നമുക്ക് ആർ ബൈ എൽ കിട്ടി. ആർ ബൈ എൽ എന്ന് പറയുന്നത് 1/3 ആണ്. നമുക്ക് കാണാൻ പറഞ്ഞത് ആർ ഈസ് ടു എൽ ആണ്. സോ ആർ ഈസ് ടു എൽ എന്താണ്? 1:3. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി റേഷ്യോ ഓഫ് റേഡിയസ് ടു ദ സ്ലാൻഡൈറ്റ് ഓഫ് ദ കോൺ ഈസ് 1:3. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ദ കർവ് സർഫസ് ഏരിയ ഓഫ് എ കോൺ തന്നിട്ടുണ്ട്. 108 പൈ സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഗിവൺ CSA കർവ് സർഫസ് ഏരിയ ഓഫ് കോൺ തന്നിട്ടുണ്ട്. എത്രയാണ്? 108 പൈ. അപ്പൊ CSA കാണാനുള്ള ഫോർമുല നമുക്കറിയാം, പൈ ആർ എൽ. പൈ ആർ എൽ എന്ന് പറയുന്നതാണ് 108 പൈ. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയസും കാണണം, സ്ലാൻഡൈറ്റും കാണണം. ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. ആറും കണ്ടുപിടിക്കണം, എല്ലും കണ്ടുപിടിക്കണം. രണ്ട് വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം 2 ഇക്വേഷനെങ്കിലും വേണം. ഇവിടെ നമുക്ക് ആകെ ഒരു ഇക്വേഷനേ ഉള്ളൂ. പക്ഷെ നമുക്ക് എ പാർട്ടില് ആർ എല്ലും റിലേറ്റഡ് ആണെന്ന് കിട്ടി. ഓക്കെ, we have from A R by L is equal to 1/3. ഇപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടും. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് R into 3 3R, 1 into L L. സോ L എന്ന് പറയുന്നത് 3R ആണ്. That means slant height of the cone is equal to 3 times base radius of the cone. ഒരു വൃത്തസ്തൂപികയുടെ ചെരിവുയരം, ഈ തന്നിരിക്കുന്ന വൃത്തസ്തൂപികയുടെ ചെരിവുയരം പാദാരത്തിന്റെ 3 മടങ്ങാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുണ്ട് പൈ ആർ എൽ ഇസ് ഈക്വൽ ടു 108 പൈ എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൈ ആർ എൽ, അതായത് കർവ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് 108 പൈ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പൈ ഇൻറ്റു ആർ ഇൻറ്റു എല്ലിന് പകരം, കാരണം ഒരു വേരിയബിളിലേത് മാത്രമാക്കിയിട്ട് മാറ്റണം നമുക്ക് ഇക്വേഷന്, എന്നാൽ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, ആറും എല്ലും. അപ്പൊ അതിനെ നമ്മൾ മാറ്റണം, ഒരു വേരിയബിളിന്റെ രൂപത്തിൽ എഴുതണം. എന്നാൽ മാത്രമേ നമുക്ക് ആ വേരിയബിളിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റുള്ളൂ. നമുക്കറിയാം എൽ എന്ന് പറയുന്നത് 3R ആണ്. സോ ഇവിടെ നമുക്ക് എല്ലിന് പകരം എന്ത് കൊടുക്കാം? 3R കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 108 പൈ. രണ്ട് സൈഡിലും പൈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബാക്കി എന്താ ഉള്ളത്? 3 ആദ്യം എഴുതാം. R into R, R സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 108. അങ്ങനെയാണെങ്കിൽ R സ്ക്വയർ കണ്ടുപിടിക്കാം. 3 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. 3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 108/3 എന്ന് കിട്ടും. 108നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 into 3 6, 3 into 3. ഓക്കെ, 3 into 3 9 വരുന്നുണ്ട്. സോ 10 9 കുറച്ചാൽ 1 18, 3 18. അപ്പൊ നമുക്ക് 36 എന്ന് കിട്ടും. R സ്ക്വയർ 36 ആണെങ്കിൽ R എന്താ? എന്തിന്റെ സ്ക്വയർ ആണ് 36? അത് കാണണമെങ്കിൽ √36 കണ്ടാൽ മതി. അത് എത്രയാണ്? 6 ആണ്. സോ റേഡിയസ് നമുക്ക് കിട്ടി 6 സെന്റിമീറ്റർ. സോ നമ്മളോട് കാണാൻ പറഞ്ഞതിൽ റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സ്ലാൻഡൈറ്റ് കാണണം. അത് ഈസിയാണ്, കാരണം നമുക്കറിയാം സ്ലാൻഡൈറ്റ് എന്ന് പറയുന്നത് 3 times റേഡിയസ് ആണ്. ഓക്കെ, സിൻസ് L is equal to 3R, L is equal to 3 into 6, that's equal to 18 centimeter. L is equal to 18 centimeter. Therefore, base radius
is equal to 6 centimeter. Slant 8 is equal to 18 centimeter. SSLC മോഡൽ 2020 ചോദിച്ച 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The base radius of a cone made by rolling up a sector is 3 cm. Its slant height is 15 cm. First question, what is the radius of the sector used to make the cone? Second, what is the central angle of the sector? Third, calculate the area of this sector. വൃത്താംശം മുറിച്ച് മടക്കിയ വൃത്തസ്തൂപികയുടെ പാദ ആരം 3 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ചെരിവുയരം 15 സെന്റിമീറ്റർ ആണ്. വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ ഉപയോഗിച്ച വൃത്താംശത്തിന്റെ ആരമെന്ത്? വൃത്താംശത്തിന്റെ കേന്ദ്രകോണെന്ത്? ഈ വൃത്താംശത്തിന്റെ പരപ്പളവ് കാണുക. അതായത് നമുക്കിവിടെ ഒരു സെക്ടർ ഉണ്ട്. സെക്ടർ കോണാവുന്നു. ഓക്കെ, ഇത് സെക്ടർ, അത് കോണാക്കി മടക്കുന്നു. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? നമുക്ക് ഈ കോണിന്റെ ബേസ് റേഡിയസ് തന്നിട്ടുണ്ട്. കോണിന്റെ പാദ ആരം അതെത്രയാ തന്നിരിക്കുന്നത്? 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. ഗിവൺ ബേസ് റേഡിയസ് ഓഫ് കോൺ. ബേസ് റേഡിയസിനെ നമ്മൾ ആർ എന്ന സ്മോൾ ലെറ്റർ ആർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇറ്റ് സ്ലാന്റ് ഹൈറ്റ്, ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ്, കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം സെക്ടർ കോൺ ആകുമ്പോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് സെക്ടർ ആണ്. റേഡിയസ് ഓഫ് സെക്ടർ വിൽ ബി ഈക്വൽ ടു സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ. വൃത്താംശത്തിന്റെ ആരം കോണിന്റെ ചെരിവുയരത്തിന്, വൃത്തസ്തൂപികയുടെ ചെരിവുയരത്തിന് തുല്യമാണ്. പിന്നെ നമുക്കുള്ള റിലേഷൻ എന്താണ്? x/360 is equal to r/l ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലാന്റ് ഹൈറ്റ് തന്നിട്ടുണ്ട്. സ്ലാന്റ് ഹൈറ്റ് L is equal to 15 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സെക്ടർ യൂസ് ടു മേക്ക് ദ കോൺ? സെക്ടറിന്റെ റേഡിയസിന് നമ്മൾ എഴുതുന്നത് എന്താ? ക്യാപിറ്റൽ ആർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കറിയാം ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എൽ ആണെന്ന്. സോ എൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ ആണെന്ന്. സോ ക്യാപിറ്റൽ ആർ എത്രയാണ് വരിക? 15 സെന്റിമീറ്റർ തന്നെ. ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി. റേഡിയസ് ഓഫ് സെക്ടർ അതിന് നമ്മൾ ക്യാപിറ്റൽ ആർ എന്നാണ് കൊടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. റീസൺ നിങ്ങൾക്ക് എഴുതാം, ആർ ഇസ് ഈക്വൽ ടു എൽ ആണ്. സോ എൽ 15 ആകുമ്പോൾ ആർ എന്ത് തന്നെയാണ്? 15 ആണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ? എക്സ് കണ്ടുപിടിക്കണം. ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എക്സ് കണ്ടുപിടിക്കണം. സോ വി ഹാവ് എ റിലേഷൻ x/360 is equal to r/l. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ആർ നമുക്കറിയാം എന്താണെന്ന്, എൽ നമുക്ക് എന്താണെന്ന് അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും. സോ x/360 is equal to r എന്താണ് തന്നിരിക്കുന്നത്? 3 സെന്റിമീറ്റർ ആണ്. സോ 3/l തന്നിരിക്കുന്നത് 15 ആണ്. ഓക്കെ, സോ നമുക്ക് x/360 is equal to 3/15 സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 2നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പൊ നമുക്ക് 1/5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. എക്സ് കാണണമെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്ത 360 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അതായത് ഡിനോമിനേറ്റർ കിടക്കുന്ന 360 ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ന്യൂമറേറ്ററിൽ കിടക്കും. സോ 360 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 into 5 35. 1 പിന്നെ 10, 2 into 5 10. സോ നമുക്ക് കിട്ടി 72. സോ എക്സ് കിട്ടി 72 ഡിഗ്രി. Therefore സെൻട്രൽ ആംഗിൾ, സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ കാണാനാണ് പറഞ്ഞത്. വൃത്താംശത്തിന്റെ കേന്ദ്രം കാണാൻ പറഞ്ഞു. നമുക്ക് കിട്ടി എക്സിന്റെ വാല്യൂ 72 ഡിഗ്രി എന്ന് കിട്ടി. സോ ബി പാർട്ട് നമ്മൾ ആൻസർ ചെയ്തു. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സി പാർട്ട്. ഇവിടെ കാണാൻ പറഞ്ഞത് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് സെക്ടർ. ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ
സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമുക്കറിയാം, സെക്ടർ എടുത്ത് വളച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കോൺ ഉണ്ടാക്കുന്നത്. സോ സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന ഏരിയ ഓഫ് സെക്ടർ, സെക്ടറിന്റെ ഏരിയ ആയിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എഴുതിക്കൊള്ളാം. ഏരിയ ഓഫ് സെക്ടർ, വൃത്താംശത്തിന്റെ പരപ്പളവ് ഇസ് ഈക്വൽ ടു എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ തന്നെയാണ്. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ കാണാൻ നമുക്കറിയാം. എന്താ ഫോർമുല? പൈ ആർ എൽ. സോ പൈ ഇൻറ്റു ആർ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 3 ആണ്. സ്ലാൻറ്റേറ്റ് എൽ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 15 ആണ്. സോ പൈ ഇൻറ്റു 3 ഇൻറ്റു 15. 15 ഇൻറ്റു 3 എത്രയാ? 45. സോ 45 പൈ സെന്റിമീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഉത്തരം. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. A sector of central angle 60 degree is cut out from a circle of radius 10 cm. A cone is made using the remaining sector. Find the slant height of the cone. Find its curved surface area. Find its surface area. 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്നും 60 ഡിഗ്രി കേന്ദ്രകോണുള്ള മറ്റൊരു വൃത്താംശം മുറിച്ചു മാറ്റി ശേഷിക്കുന്ന വൃത്താംശം ഉപയോഗിച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കി. ഈ സ്തൂപികയുടെ ചെരിവുയരം എത്ര? പാർശ്വതല പരപ്പളവ് എത്ര? ഉപരിതല പരപ്പളവ് എത്ര? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. നമുക്കൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സെക്ടറിൽ നിന്ന് 60 ഡിഗ്രി ആംഗിൾ, സെൻട്രൽ ആംഗിളിലുള്ള ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നു. ഓക്കെ, ഇതങ്ങ് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ വളച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? കോൺ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതാണ് സെക്ടർ. മുറിച്ച് മാറ്റിക്കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് നമ്മൾ സെക്ടർ. ഇതിനെയാണ് നമ്മൾ കോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇത് സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇത്രയാണ്. അതെത്രയാ വരിക? ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിൽ 60 മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 300 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ. സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ ഏത് സെക്ടറിന്റെ ആണ്? നമ്മൾ കോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ യൂസ്ഡ് ടു മേക്ക് ദ കോൺ. അതിനെയാണ് നമ്മൾ എക്സ് എന്ന് സൂചിപ്പിക്കുന്നത്. എക്സ് എത്രയാ വരിക? 300 ഡിഗ്രിയാണ് വരിക. 60 ഡിഗ്രി മുറിച്ചു മാറ്റി. അപ്പൊ 360 ആണ് ടോട്ടൽ. 60 പോയി കഴിഞ്ഞാൽ ബാക്കി 300. ഓക്കെ, പിന്നെ തന്നിരിക്കുന്നത് ഇതിന്റെ ഈ സെക്ടറിന്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. സെക്ടറിന്റെ സർക്കിളിന്റെ റേഡിയസ് ആണ് പറഞ്ഞത്. സർക്കിളിന്റെ റേഡിയസ് എന്ത് തന്നെയാണ്? സെക്ടറിന്റെയും റേഡിയസ് ആണ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം റേഡിയസ് ഓഫ് സെക്ടർ. സെക്ടറിന്റെ റേഡിയസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ആർ ആണ്. അത് തന്നിട്ടുണ്ട്. എത്ര? 10 സെന്റിമീറ്റർ ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം ഒരു സെക്ടർ കോൺ ആക്കുമ്പോൾ R is equal to L ആണ്. X by 360 is equal to R by L ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ ആണ്. സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ റേഡിയസ് ഓഫ് സെക്ടറിന് ഈക്വൽ ആണ്. ഓക്കെ, R is equal to L. Therefore, L is equal to എന്താ? L കാണാനാണ് പറഞ്ഞത്. അത് R തന്നെയാണ്. എത്രയാ? 10 സെന്റിമീറ്റർ. Therefore, slant height of the cone is equal to 10 സെന്റിമീറ്റർ. ഓക്കെ, അതായത് ചെരിവുയരം, വൃത്തസ്തൂപികയുടെ ചെരിവുയരം 10 സെന്റിമീറ്റർ തന്നെയാണ്. അത് വൃത്താംശത്തിന്റെ ആരം തന്നെയാണ് വൃത്തസ്തൂപികയുടെ ചെരിവുയരം. ബി പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. മലയാളത്തിൽ ഇത് പാർശ്വതല പരപ്പളവ് എന്നാണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. അപ്പം കോണാണെങ്കിൽ വൃത്തസ്തൂപികയാണെങ്കിൽ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത് വക്രതല പരപ്പളവ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ. പാർശ്വതല പരപ്പളവ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. വക്രതല പരപ്പളവ് എന്ന് മാറ്റി എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്.
CSA കാണാൻ നമുക്ക് ഫോർമുലയുണ്ട്. എന്താണ്? പൈ ആർ എൽ. നമുക്ക് എൽ എന്താണെന്നറിയാം, പക്ഷെ ആർ എന്താണെന്ന് അറിയില്ല. ആർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം. x/360 is equal to r/l. x എന്ന് പറഞ്ഞ സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ ആണ്. അത് എത്രയാണ്? 300 ആണ്. സോ 300/360 is equal to r നമുക്കറിയില്ല, l നമ്മൾക്കറിയാം 10. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഈ രണ്ട് മുകളിലും താഴെയും നമുക്ക് അറ്റത്തെ 0 കട്ട് ചെയ്ത് കളയാം. ബാക്കി 30/36ഉം റൈറ്റ് സൈഡിൽ r/10ഉമാണ്. ഇനി 13, 36ഉം 6ന്റെ തന്നെ മൾട്ടിപ്പിൾസ് ആണ്. സോ 13നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. ദറ്റ്സ് ഈക്വൽ ടു r/10. ഇനി ഡിനോമിനേറ്റേഴ്സ് നോക്കിയാലോ? 6ഉം 10ഉം രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. രണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. സോ നമുക്ക് 5/3 is equal to r/5. സോ r കണ്ടുപിടിക്കാൻ താഴെ കിടക്കുന്ന 5നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് മുകളിലേക്ക് ഇടുക. സോ r is equal to ഇത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 5 into 5 ആണ്, താഴെ 3 തന്നെ. സോ what is that? 5 into 5, 25/3. r is equal to 25/3 എന്നാണ് കിട്ടുക. അതിന് നമുക്ക് വേണമെങ്കിൽ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയാലും മതി. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നിർത്തട്ടെ, കാരണം ഇത് 6 കണ്ടുപിടിക്കാൻ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് 6 ആവശ്യമാണ് CSA കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് നമുക്ക് 25/3 എന്ന് തന്നെ നിർത്താം. അങ്ങനെയാണെങ്കിൽ CSA എന്താണ്? പൈ ആർ. ആർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 25/3 എന്ന്. എൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 10 ആണ്. ഓക്കെ, അപ്പം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. പൈയുടെ വാല്യൂ കൊടുക്കണം എന്നില്ല. പൈ ഇൻറ്റു 25/3. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 into 3 24. 1 0 ഇടും, പോയിന്റ് ഇടും. 3 into 3 9. 1 0 ഇടും, പോയിന്റ് 0 ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് 3 വരും. 8.33 എന്ന് വരും. അപ്പോൾ 8.33 into 10. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറിന്റെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 10നകത്ത് ഒരു 0 ഉള്ളത്. സോ ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. സോ എന്ത് കിട്ടും? 83.3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സോ ബി പാർട്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സി പാർട്ട്, ഫൈൻഡ് ഇറ്റ് സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് കാണണം. സോ സർഫസ് ഏരിയ കാണാൻ നമുക്ക് ഫോർമുല ഉണ്ട്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ പ്ലസ് കർവ് സർഫസ് ഏരിയ പൈ ആർ എൽ. ഓക്കെ, പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു റേഡിയസ് ഇൻറ്റു സ്ക്വയർ. വാട്ട് ഇസ് റേഡിയസ്? റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 25/3 എന്ന്. 25/3നെ നമ്മൾ ഡെസിമൽ ഫോമിൽ എഴുതിയിരുന്നു 8.33 എന്ന്. അപ്പൊ നമുക്ക് അത് എഴുതാം. 8.33 സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. നമ്മൾ അതവിടെ കണ്ടുപിടിച്ചതാണ്. പൈ ആർ എൽ കർവ് സർഫസ് ഏരിയ എത്രയാണ് വരിക എന്നുള്ളത്. സോ അത് നമുക്ക് എഴുതാം 83.3 പൈ. ഓക്കെ, സോ പൈ ഇൻറ്റു ഇനി 8.33 ഹോൾ സ്ക്വയർ എന്താണ്? 8.33 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 833നെ 833 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 3 into 3 9, 3 into 3 9, 8 into 3 24. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത നമ്പറാണ് 833നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2499 വരും. വീണ്ടും 3 കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ രണ്ടാമത്തെ 3യുടെ താഴെയുള്ള ആ സ്ഥാനത്ത് നിന്ന് തുടങ്ങി എഴുതാം 9942. ഇനി 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 into 3 24. അപ്പോൾ 8ന്റെ നേരെ താഴെ 8 into 3 24, 2 ബാക്കി. 8 into 3 24 plus 2 26, 2 ബാക്കി. 8 into 8 64, 64 plus 2 66. ആഡ് ചെയ്യുക 9, 9 9 18, 1 ബാക്കി. 9 4 13, 4 17, 1 18, 1 ബാക്കി. 2 4 6, 6 12, 1 13, 1 ബാക്കി. 6 2 8, 1 9, പിന്നെ ഈ 6. അപ്പൊ 8.33 ആയിരുന്നു അല്ലെ. അപ്പൊ 8.33 എന്ന് വരുമ്പോൾ ഇവിടെയും 2 പ്ലേസ്, ഇവിടെയും 2 പ്ലേസ്. സോ ടോട്ടൽ 4 പ്ലേസ് മാറ്റിയിട്ട് വേണം പോയിന്റ് ഇടാൻ. അപ്പൊ നമുക്ക് കിട്ടുക 69 പോയിന്റ്. ഇവിടെ 3889 ഉണ്ട്. അങ്ങനെ എഴുതണ്ട, ഏതെങ്കിലും രണ്ട് പ്ലേസ് എഴുതിയാൽ മതി. ഇപ്പൊ 38 റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 8ന്റെ തൊട്ടടുത്ത നമ്പർ നോക്കുക. അത് 8 ആണ്, 5നേക്കാളും വലുതാണ്. അപ്പൊ 8 എന്നുള്ളത് മാറ്റി തൊട്ടടുത്ത നമ്പർ ആക്കുക, 9 ആക്കുക. സോ 39 എന്ന് വരും.
പ്ലസ് 83.3 പൈ. ഓക്കെ, അപ്പൊ 69.39 കൂട്ടാ, 83.3 കൂട്ടാ. സോ 9, 3 plus 3 6, 9 plus 3 12, 1 plus 6 7, 7 plus 8 15. നമുക്ക് എത്ര കിട്ടും? 152.69 പൈ ഉണ്ട്, പൈ വിട്ടുപോകരുത്. പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ. അടുത്ത പ്രോബ്ലം സെക്കൻഡ് ടേം 2019 ക്വസ്റ്റ്യൻ ആണ്. Radius of a cone is 30 centimeter and its height is 40 centimeter. What is the base perimeter of the cone? What is the curved surface area of the cone? ഒരു വൃത്തസ്തൂപികയുടെ ആരം 30 സെന്റിമീറ്ററും ഉയരം 40 സെന്റിമീറ്ററും ആണെങ്കിൽ വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവ് എന്ത്? വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് എന്ത്? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്ന കണ്ടീഷൻ എഴുതാം. കോണിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ ഒരു ഫിഗറൊക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ടേംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കോണിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ബേസ് റേഡിയസ് ആണ് തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ. പിന്നെ തന്നിരിക്കുന്ന ഹൈറ്റ് ആണ്, പ്രത്യേകം വായിക്കണം, സ്ലാൻഡ് ഹൈറ്റ് ആണോ ഹൈറ്റ് ആണോ എന്ന്. ഓക്കെ, ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. അത് എത്ര തന്നത്? 40 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബേസ് പെരിമീറ്റർ ഓഫ് ദ കോൺ ആണ്. സോ നമുക്ക് എഴുതിയില്ല. ഗിവൺ ബേസ് റേഡിയസ് R is equal to 30 centimeter. Height H is equal to 40 centimeter. ഓക്കെ, ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബേസ് പെരിമീറ്റർ ആണ്. ബേസ് എന്താണ്? സർക്കിൾ ആണ്. ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ഓഫ് സർക്കിൾ ആണ്. ഓക്കെ, ബേസ് പെരിമീറ്റർ is equal to പെരിമീറ്റർ ഓഫ് സർക്കിൾ. സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ്? നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. സർക്കിളിന്റെ ഏരിയ, സർക്കിളിന്റെ പരപ്പളവ് πr സ്ക്വയർ. സർക്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. അത് മറന്നു പോകരുത് ആ ഫോർമുല. πr സ്ക്വയർ പരപ്പളവും 2πr ചുറ്റളവ്. πr സ്ക്വയർ ഏരിയയും 2πr പെരിമീറ്റർ അഥവാ സർക്കംഫറൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇപ്പൊ 2πr ആണ് പെരിമീറ്റർ ഓഫ് സർക്കിൾ. സോ 2 into π into r നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 30 ആണെന്ന്. സോ ബേസ് പെരിമീറ്റർ എത്ര കിട്ടും? 30 into 2 60 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ബേസ് പെരിമീറ്റർ ഓഫ് ദ കോൺ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ കർവ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ? CSA കാണണം, വക്രതല പരപ്പളവ്. അതിന് നമുക്ക് ഫോർമുല ഉണ്ട്. എന്താ ഫോർമുല? πrl. ഓക്കെ, R നമുക്കറിയാം, പക്ഷെ L അറിയില്ല. നമുക്ക് L തന്നിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത് R ഉം H ഉം ആണ്. അപ്പൊ R ഉം H ഉം അറിയാമെങ്കിൽ നമുക്ക് L കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് വി ഹാവ് എ റിലേഷൻ LHR. L square is equal to H square plus R square. That is L square is equal to H എത്രയാണ്? 40 ആണ്. സോ 40 സ്ക്വയർ പ്ലസ് R എത്രയാണ്? 30 ആണ്. സോ 30 സ്ക്വയർ. ഓക്കെ, 40 സ്ക്വയർ എന്താണ്? 4ന്റെ സ്ക്വയർ 16, പിന്നെ 0 വരുമ്പോൾ അതിന്റെ സ്ക്വയറിൽ 2 0 വരും. 30 സ്ക്വയർ എന്താണ്? 3ന്റെ സ്ക്വയർ 9, പിന്നെ 2 0. സോ 1600 പ്ലസ് 900 ചെയ്യുമ്പോൾ 2500 വരും. സോ L എന്താണ്? റൂട്ട് ഓഫ് 2500. 25ന്റെ റൂട്ട് 5, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 0ൽ 1 0 എഴുതും. സോ L is equal to 50 സെന്റിമീറ്റർ ആണ്. സോ L നമുക്ക് കിട്ടി. സോ അത് നമുക്ക് ഫോർമുലയിൽ കൊടുക്കുമ്പോൾ കർവ് സർഫസ് ഏരിയ കിട്ടും. Therefore, CSA, curved surface area, is equal to pi into R എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് അത് 30 ആണെന്ന്. L നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. L എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, അപ്പൊ 30 50 മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ 3ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുക, 15 കിട്ടും. എന്നിട്ട് ഇവിടുത്തെ 0 എഴുതുക, ഇവിടുത്തെ 0 എഴുതുക. 1500 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് കർവ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ്.